ഇന്നത്തെ UDF സർക്കാരിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റ് തീരദേശ മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് മിഷൻ സമുദ്ര എന്നത്. എന്താണ് മിഷൻ സമുദ്ര കൊണ്ട് UDF സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെലബ്ദീൻ ചേരുന്നു. സെയ്ഫ, 400 കോടിയാണ് മിഷൻ സമുദ്രയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് UDF സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ? ദിവ്യ, അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചില കാഴ്ചപ്പാടുകൾ തുറമുഖവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിന് ഒരു പോർട്ട് ഹബ്ബാക്കി മാറ്റണം എന്നുള്ളത്. ആ പോർട്ട് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് മിഷൻ സമുദ്ര കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. റോഡ്, സമുദ്രം, അതുവഴിയുള്ള ഗതാഗത സംവിധാനങ്ങൾ, ഇതിനെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുക, ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റുക, ഒരു സമുദ്ര ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അത് 400 കോടി രൂപ അതിനുവേണ്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതുവഴി കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റു പല കാഴ്ചപ്പാടുകളും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ ബജറ്റിൽ നമുക്ക് ആകത്തുകയായി കാണാൻ കഴിയുന്നത്. കേരളത്തിൽ പടിപടിയായി കേരളത്തെ ഒരു പുതുയുഗ പിറവി, അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പേരായിരുന്നു പുതുയുഗ യാത്ര എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് പോലും പുതുയുഗ കേരളം എന്നാണ്. അതിന് പുതുയുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തെ ബജറ്റിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വിസ്മയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സർക്കാർ ജീവനക്കാർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവ് അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എല്ലാ മേഖലകളെയും തൊട്ടുപോയിട്ടുണ്ട് VD സതീശൻ ആദ്യ ബജറ്റിൽ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ പറയണം. നികുതി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അധിക ബാധ്യത ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ജനങ്ങളുടെ പ്രതീക്ഷ കാത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമായിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാൻ കഴിയും. എന്തായാലും കേരളത്തിന്റെ സമഗ്ര വികസനം അല്ലെങ്കിൽ ദീർഘകാല വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റാണ്. അങ്ങനെയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പൊതുവെ വരുന്ന വിലയിരുത്തൽ. അതിൽ എന്തൊക്കെ പ്രായോഗിക തലത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കാൻ കഴിയും എന്നതുകൂടി ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്.